കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം ഭരിച്ചിരുന്ന CPM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ സർക്കാർ, സഖാവ് പിണറായി വിജയൻ നേതൃത്വത്തിൽ ഭരിച്ചിരുന്ന സർക്കാർ, മുഖ്യമന്ത്രിയായിരുന്ന സർക്കാർ, ആ സർക്കാരിന്റെ 10 വർഷത്തെ ഭരണത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞിട്ട് ഏതാനും ആഴ്ചകളെ കഴിയുന്നുള്ളൂ. വളരെ ദയനീയമായിട്ടുള്ള ഒരു പരാജയം നേരിട്ടു. ഒരിക്കലും CPM ചിന്തിച്ച വിധത്തിലുള്ള ഒരു പരാജയമല്ല കിട്ടിയത്. 10 വർഷം തുടർച്ചയായിട്ട് ഭരിച്ച ഒരു സർക്കാരിന് കിട്ടിയ ഒരു തിരിച്ചടി എന്ന് പറയുമ്പോൾ, അവസാനത്തെ 5 വർഷത്തെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന 10-13 മന്ത്രിമാർ ദയനീയമായിട്ട് പരാജയപ്പെട്ടു പോകുന്ന ഒരു പരാജയം എന്ന് പറഞ്ഞാൽ ചെറിയ പരാജയമൊന്നുമല്ല. അതൊരു വല്ലാത്തൊരു പരാജയമാണ്. അതിൽ ഒരു അമ്പരന്നിരിക്കുകയാണ്. രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ അമ്പരന്നിരിക്കുകയാണ്. അതിന് കാരണം ഈ രാഷ്ട്രീയ നിരീക്ഷകർ അതിന്റെ എല്ലാ വശവും കാണുന്നവരാ. അതായത് ഇപ്പോ ഇടതുപക്ഷ സർക്കാർ എന്തെങ്കിലുമൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ലേ? ഉണ്ട്. പാലങ്ങളും റോഡുകളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊക്കെ അഴിമതികളും ഉണ്ട്. അതൊക്കെ ഓരോന്നായി വരുന്നു. ചിലതൊക്കെ പൊളിയുന്നു, ചിലത് അങ്ങനെ പലതും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വയനാട്ടിൽ തന്നെ പല ആരോപണങ്ങളും വന്നു കഴിഞ്ഞു. അതവിടെ നിൽക്കട്ടെ. ഏതായാലും രാഷ്ട്രീയ നിരീക്ഷകർ ഇതൊക്കെ നോക്കി നിൽക്കുന്നവർ അന്തം വിട്ടിരിക്കുകയാണ്. പക്ഷേ ഇതിലൊട്ടും അത്ഭുതപ്പെടാത്ത ഒരു വിഭാഗമുണ്ട്. അത് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ട മനുഷ്യരും ഇടതുപക്ഷത്തിന്റെ സ്വന്തം അണികളുമാണ്. ഭരണവിരുദ്ധ വികാരം എന്നൊക്കെ വലിയ വാക്കുകൾ ഇതിനെ വിശേഷിപ്പിക്കാമെങ്കിലും യഥാർത്ഥ കാരണം വളരെ ലളിതമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ തോൽപ്പിച്ചത് അവരുടെ സ്വന്തം അണികൾ തന്നെയാണ് എന്നതാണ് വസ്തുത. കേൾക്കുമ്പോൾ കുറച്ച് വിഷമോ തോന്നും, പക്ഷെ അത് പച്ചയായ സത്യമാണ്. പാർട്ടിക്ക് വേണ്ടിയിട്ട് ചോര ചിന്താനും കൊടി പിടിക്കാനും ഒക്കെ മുന്നിൽ നിൽക്കുന്ന സഖാക്കൾ എന്തുകൊണ്ട് വോട്ട് ചെയ്യാൻ പോയില്ല? ഇപ്പൊ നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ ED റെയ്ഡ് വന്നപ്പോൾ വീണ വിജയന്റെ പേരിലുള്ള ED റെയ്ഡ് മുഖ്യമന്ത്രിക്ക് നേരെ, പഴയ മുഖ്യമന്ത്രിക്ക് നേരെയാണ് എന്നൊക്കെ പറഞ്ഞ്, സഖാവ് പിണറായി വിജയന് നേരെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണെന്ന് അവിടെ തല്ലുപിടി ഉണ്ടാക്കിയത്. 300 പേർ വന്ന് കാറൊക്കെ അടിച്ചു, EDയുടെ കാറൊക്കെ അടിച്ചു പൊളിച്ചിട്ട് ഇപ്പൊ കേസും വഴക്കമായി നടക്കണം. അത്രയും ആൾക്കാർ അവിടെ എത്തി. പക്ഷെ ആ വന്ന ആൾക്കാരെല്ലാവരും CPMന് വോട്ട് ചെയ്തവരാണെന്ന് പറയാൻ പറ്റൂല. അപ്പൊ എന്തുകൊണ്ടാണ് സഖാക്കള് വോട്ട് ചെയ്യാൻ പോകാത്ത, അല്ലെങ്കിൽ വോട്ട് മാറി ചിന്തിച്ച് മാറി ചെയ്തത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിലാണ് ഇടതുപക്ഷത്തിന്റെ പരാജയം അടങ്ങിയിരിക്കുന്നത്. നമ്മളെപ്പോഴും പറയാറുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാൽ താഴെ തട്ടിലുള്ള ഒരു പ്രസ്ഥാനമാണ്, ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന പാർട്ടിയാണ്. ബ്രാഞ്ച് കമ്മിറ്റിയിലും ലോക്കൽ കമ്മിറ്റിയിലും സാധാരണക്കാരായിട്ടുള്ള സഖാക്കൾ പറയുന്നതാണ് പാർട്ടിയുടെ കരുത്ത് എന്നൊക്കെ. എന്നാൽ കഴിഞ്ഞ കുറെ കാലമായി ഈ താഴെ തട്ടിലുള്ളവന്റെ ശബ്ദം കേൾക്കാൻ മുകളിലുള്ള നേതാക്കൾ തയ്യാറായിട്ടുണ്ടോ? ഇല്ല എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത്. അതിനുശേഷവും നമുക്കറിയാം, ജില്ലാ കമ്മിറ്റികളും മറ്റും ഈ പരാജയം നേരിട്ട ശേഷം ജില്ലാ കമ്മിറ്റികൾ പലതും തുറന്നു പറഞ്ഞു തുടങ്ങി. അപ്പോൾ അത് പാർട്ടി നേതാക്കൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നറിയില്ല. സാധാരണക്കാർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അവരത് പാർട്ടി മീറ്റിങ്ങുകൾ പറയുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ നേതാക്കൾക്ക് കഴിഞ്ഞിരുന്നില്ല. പകരം അത് പറയുന്നവനെ പാർട്ടി വിരുദ്ധനായി കാണാനും ഒറ്റപ്പെടുത്താനുമാണ് ചിലർ ശ്രമിച്ചത്. അഹങ്കാരവും ധാർഷ്ട്യവും തലയ്ക്ക് പിടിച്ച ചില നേതാക്കളുടെ പെരുമാറ്റം സാധാരണ ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് ഒത്തിരി അകറ്റി നിർത്തി എന്നതാണ് സത്യം. കാരണം ഈ സാധാരണക്കാരായിട്ടുള്ള പാർട്ടി, പ്രാദേശിക പാർട്ടി നേതാക്കൾ, അവരാണ് ജനങ്ങളുമായി ഏറ്റവും അധികം അടുപ്പമുള്ളത്. അല്ലാതെ ഈ പറയുന്ന പിണറായി വിജയനോടോ അല്ലെങ്കിൽ ഗോവിന്ദനോടോ ഒന്നും ഇവർക്ക്, ഈ സാധാരണക്കാരെ ജനങ്ങൾക്ക് നേരിട്ട് ബന്ധമൊന്നുമില്ല, ബന്ധപ്പെടാൻ പറ്റേയില്ല. അതുകൊണ്ട് തന്നെ അടിത്തട്ടിലുള്ള ഈ പ്രാദേശിക നേതാക്കൾക്ക് എന്തെങ്കിലും പറ്റിയാൽ, അല്ലെങ്കിൽ അവരുടെ വാക്കിന് വില കൊടുക്കുന്നവരാണ് ഈ സാധാരണക്കാർ. അതൊരു പക്ഷേ നേതാക്കൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല, വലിയ മുതിർന്ന നേതാക്കൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. വലിയ തത്വചിന്തകൾ, കടുകട്ടി സിദ്ധാന്തങ്ങളൊക്കെ പ്രസംഗങ്ങളിൽ ഇങ്ങനെ ഘടാഘടിയൻ വാക്കുകൾ കർണകഠോരമായി ഇങ്ങനെ വിളമ്പിയത് കൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല. സാധാരണക്കാരന് അതൊന്നും മനസ്സിലാകുകയുമില്ല. അവന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാൽ എന്താണ്? അത് സ്നേഹത്തിന്റെ പ്രസ്ഥാനമാണ്. തങ്ങൾക്കൊരു ആപത്ത് വരുമ്പോൾ കൂടെ നിൽക്കുന്ന, തങ്ങളുടെ വിശപ്പറിയുന്ന, നീതിക്ക് വേണ്ടിയിട്ട് പോരാടുന്ന ഒരു വലിയ കാവലാളാണ് അവർക്ക് എന്നൊക്കെയാണ് അവർ പാർട്ടിയെ കുറിച്ച് ചിന്തിക്കുന്നത്. സഖാവ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഒരുമിച്ച് നിൽക്കുന്നവൻ, സുഹൃത്ത്, അല്ലെങ്കിൽ തന്റെ ഒരു ആശ്രയം, കൂടെയുള്ളവൻ എന്നൊക്കെയാണ്. ആ കരുതലും ഒരു സ്നേഹവും ഒക്കെയാണ് പാർട്ടിയിൽ ഈ സാധാരണക്കാരെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷ അവർക്ക് ലഭിക്കുന്നത് താഴെത്തട്ടിലുള്ള നേതാക്കൾ മുഖേനയാണ് എന്ന് അവർ കരുതുന്നു. പക്ഷെ അതാണ് പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ കാണാതായിട്ടുള്ളത്. പാർട്ടിക്ക് ഇന്ന് മനുഷ്യപ്പറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, മനുഷ്യപ്പറ്റ് എന്ന് പറയുന്ന സാധനം പാർട്ടിയിൽ കാണാതായിരിക്കുകയാണ്. ഒരു വോട്ടിംഗ് യന്ത്രം പോലെ, അല്ലെങ്കിൽ ഒരു സ്ഥാപനം പോലെയാണ് ഇന്ന് പാർട്ടി പ്രവർത്തിക്കുന്നത്. അധികാരത്തിന്റെ തണലിൽ വളർന്നു വരുന്ന ചില പുതിയ ആളുകൾ, ചില നേതാക്കളുടെ, ചിലരുടെയൊക്കെ പിണിയാളുകളായിട്ട് വളർന്നു വരുന്ന, അല്ലെങ്കിൽ അവരുടെ വലങ്കൈയായിട്ട്, അല്ലെങ്കിൽ അവരെ തന്നെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് വളർന്നു വരുന്ന പാർട്ടിയെ നിയന്ത്രിക്കാൻ കഴിയുന്ന ചില നേതാക്കൾ, അവർ പാർട്ടിയെ നിയന്ത്രിക്കാൻ തുടങ്ങിയതോടെയാണ് ഇപ്പോഴത്തെ ഈ പാർട്ടിയുടെ തകർച്ച തുടങ്ങിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനേക്കാൾ അവരുടെ അധികാരം നിലനിർത്താനാണ് അവർ നോക്കിയിട്ടുള്ളത്.
ജനങ്ങളോട് സംസാരിക്കുമ്പോൾ നേതാക്കൾ കാണിക്കുന്ന അനാവശ്യമായിട്ടുള്ള ദേഷ്യം, ശാസന, ഇതൊക്കെ വലിയ അമർഷമാണ് നാട്ടിലുണ്ടാക്കിയത്. ഇപ്പോ സഖാവ് പിണറായി വിജയന്റെ ഒരു സംഭാഷണം തന്നെ ഉദാഹരണമാണ്. ഒരു ചോദ്യം എന്ന് പറഞ്ഞപ്പോൾ അതങ്ങ് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത്. വേണമെങ്കിൽ ആ ചോദ്യത്തെ ഇതൊന്ന് കഴിയട്ടെ, നമുക്ക് സംസാരിക്കാം, അതിന് മറുപടി തരാം, അതല്ല ഇതിൽ പറയേണ്ട കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ സംസാരിച്ച ശേഷം മൈക്ക് തരാം, ഇപ്പൊ ചോദിച്ചാൽ മതി, മറുപടി പറയാം. ഒരു ലളിതമായിട്ട് സംസാരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അതായത് നിങ്ങളൊക്കെ വെറും പുഴുക്കളാണ്, ഞങ്ങൾ പറയുന്നത് കേൾക്കേണ്ട അടിമക്കൂട്ടങ്ങളാണ് എന്ന മട്ടിലാണ് പെരുമാറിയത്. ഞങ്ങൾ എന്ത് ചെയ്താലും ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തോളും എന്നൊരു വിചാരമായിരുന്നു നേതാക്കൾക്ക്. എന്നാൽ ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ എന്ന് ഈ നേതാക്കൾ അവർ അങ്ങ് മറന്നുപോയി. ആ തെറ്റിനാണ്, അല്ലെങ്കിൽ ആ ഒരു മറവിക്കാണ് ജനങ്ങൾ ഇപ്പോൾ വലിയ ഒരു തിരിച്ചടി നൽകിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വൻ പരാജയം ഏറ്റുവാങ്ങിയതിന് വേറെ കാരണമൊന്നും പോകേണ്ട ആവശ്യമില്ല. എന്താണ് സംഭവിച്ചത് എന്ന് പാർട്ടിയിലെ എല്ലാ നേതാക്കൾക്കും ഇപ്പം അറിയാമെന്നാണ് തോന്നുന്നത്, അണികൾക്കും അറിയാം. പക്ഷെ അത് തുറന്നു പറയാൻ ആർക്കും ധൈര്യമില്ല. കാരണം തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ വിവരമറിയും എന്ന ഒരു ഭയത്തിന്റെ ഒരു അന്തരീക്ഷമുണ്ട്. അതിന്ന് പാർട്ടിയിലുണ്ട്. ആഭ്യന്തര ജനാധിപത്യം എന്നൊക്കെ പറയാമെങ്കിലും സ്വന്തം അഭിപ്രായം പറയാൻ പറ്റാത്ത വല്ലാത്ത ഒരു അവസ്ഥയാണ് പാർട്ടിയിൽ. ഈ നിശബ്ദതയാണ് പാർട്ടിയെ ഉള്ളിൽ നിന്ന് ദ്രവിപ്പിച്ച് അടിവേര് വരെ അത് ദ്രവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. അണികളുടെ മനസ്സിൽ ഒരു വലിയ സങ്കടം, അവരുടെ ദേഷ്യം, അതെല്ലാം കൂടി വോട്ടെടുപ്പ് ദിവസം മാറി ഒന്ന് കുത്തിയപ്പോൾ, അങ്ങനെയെങ്കിലും ഞങ്ങളാണ് ശക്തി, ഞങ്ങൾക്ക് വേണ്ടിയാണ് നേതാക്കൾ എന്നവർ മനസ്സിലാക്കട്ടെ എന്നവർ വിചാരിച്ചപ്പോൾ, അല്ലെങ്കിൽ അവർ പാർട്ടി വിട്ടിട്ട് വോട്ട് ചെയ്യാതെ മാറി നിന്നപ്പോൾ, അല്ലെങ്കിൽ ചിലർ എതിർത്ത് വോട്ട് ചെയ്തപ്പോഴൊക്കെ, അതാണ് നമ്മൾ എടുത്ത് കാണിക്കേണ്ടത്. കേരളത്തിൽ ഒരു ശക്തമായ ഇടതുപക്ഷം ഉണ്ടാവേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പാവപ്പെട്ടവന്റെ ശബ്ദമാകാനായിട്ട് ഇടതുപക്ഷം വേണം. എന്നാൽ അത് വെറും ഒരു തിരുത്തൽ പ്രഹസനങ്ങൾ നടത്തിയാൽ മാത്രം പോരാ. ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നേതാക്കൾക്ക് കഴിയണം. നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ ഒരു പഴയ സ്നേഹവും ആ ലാളിത്യവും ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കണം. അഹങ്കാരമൊക്കെ മാറ്റിവെച്ചിട്ട് ജനങ്ങളോട് ക്ഷമ ചോദിക്കാനും സ്വയം തിരുത്തേണ്ട കാര്യത്തിൽ തിരുത്താനും ഒക്കെ നേതൃത്വം തയ്യാറാകണം. എങ്കിൽ മാത്രമേ ഇനി പറ്റുള്ളൂ. സാധാരണക്കാരായിട്ടുള്ള അണികൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നൽകിയിട്ടുള്ള ഈ വലിയ താക്കീത് ഉൾക്കൊണ്ടുകൊണ്ട് പാർട്ടി ജനങ്ങളിലേക്ക് മടങ്ങി എത്തുമോ അതോ ഇനിയും തകർച്ചയിലേക്ക് തന്നെ പോകുമോ എന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനി വരും മാസങ്ങളിൽ നമുക്ക്, അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കത് കാണാമെന്നാണ് തോന്നുന്നത്. ഈ സാധാരണക്കാർ അവരെ കൂടി പരിഗണിക്കും, അല്ലെങ്കിൽ അവരെ പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നേതാക്കന്മാരെ തിരഞ്ഞെടുത്ത് അയക്കുന്നത്, അല്ലെങ്കിൽ അവരെ അംഗീകരിച്ച് നേതാക്കന്മാരായി വച്ചിട്ടുള്ളത് എന്ന് ഈ നേതാക്കന്മാർ മനസ്സിലാക്കി ആ ശക്തിയോട്, ആ ജനശക്തിയോട് വളരെ മാന്യതയോടെ, പക്വതയോടെ, സഹാനുഭൂതിയോടെ അവരെ ചേർത്ത് പിടിക്കാൻ, സംസാരിക്കാൻ കഴിഞ്ഞാൽ ഈ പാർട്ടി രക്ഷപ്പെടും. അല്ല എന്നുണ്ടെങ്കിൽ ഇതോടുകൂടി ഈ പാർട്ടി അവസാനിക്കും. Different angles. Don't forget to subscribe and support this channel.